നാം എന്നും ചൊല്ലുന്ന ദിക്ർ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നാം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും നാം കുറച്ച് ഗൗരവത്തോടെ തന്നെ അത് ചൊല്ലും. അതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു ദിക്ർ അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കിന്ന് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഹ്ദഹു അവൻ മാത്രമേ ഉള്ളൂ, ലാ ശരീക ലഹു അവനിക്കൊരു പങ്കുകാരനുമില്ല, ലഹുൽ മുൽക്കു അവനാണ് സർവ അധികാരവും, വലഹുൽ ഹംദു അവനിക്കാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്, എന്ത് സംഗതിയും ചെയ്യാൻ കഴിവുള്ളവനാണ്. ഈ ദിക്ർ ഫീ യൗമിൻ ഒരു ദിവസം 100 മറത്തിൻ 100 വട്ടം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു ഇദ്ല 10 റിഖാബിൻ 10 അടിമകളെ മോചനം ചെയ്ത കൂലി അല്ലാഹു തആല നൽകും. അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. 10 അടിമ എന്ന് പറഞ്ഞാൽ ഒരു 10 എക്സ്പെൻസീവ് കാറ് സദഖ ചെയ്ത കൂലിയായിരിക്കും കിട്ടുക. വകുതിബത്ത് ലഹു മാത്രമല്ല അല്ലാഹു തആല അവനിക്ക് രേഖപ്പെടുത്തും 100 ഹസനത്തിൻ 100 സൽക്കർമ്മങ്ങൾ അവൻ്റെ ഏടിൽ അല്ലാഹു തആല രേഖപ്പെടുത്തും. വമുഹിയത്ത് അൻഹു അവനെ അല്ലാഹു തആല മായ്ച്ചു കളയും 100 സയ്യഅത്തിൻ 100 തെറ്റുകൾ അവൻ്റെ ഏടിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ വിട്ടുപുറത്തു കൊടുക്കും. മാത്രമല്ല വകാനത്ത് ലഹു അത് ഈ പറഞ്ഞ ദിക്ർ അവനിക്ക് ഹിർസം മിനശ് ശൈത്താൻ പിശാചിൽ നിന്നും ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുകയും ചെയ്യും. യൗമഹു ദാലിക എന്നാണോ ആ ദിക്ർ അവൻ ചൊല്ലിയത് ആ ദിവസം ഹത്താ യുംസിയ വൈകുന്നേരമാകുന്നതുവരെ ഒരു രക്ഷാകവചമായിട്ട് അവൻ്റെ കൂടെ ഉണ്ടാകും. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ആ ദിവസം ചൊല്ലിയ ദിക്റിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു അമലും ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു അതേ ദിക്ർ ഒരാൾ ചൊല്ലുകയും അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്താൽ അവനിക്കൊരു പക്ഷെ സാധിച്ചുവെന്ന് വരാം. അപ്പോൾ ഈ മഹത്വമുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് ഇനി മുതൽക്ക് നാം പതിവായി ചൊല്ലണം. ചൊല്ലുന്നതോടൊപ്പം ഇതിൻ്റെ ഈ മഹത്വവും അർത്ഥവും അറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ ദിക്ർ ചൊല്ലൽ.